ഇടിച്ചക്കത്തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിങ്ങനെ മുറിക്കുമ്പോൾ ധാരാളം വിളഞ്ഞി ഉണ്ടാവും. അതൊരു ചെകിരി തുപ്പ് കൊണ്ടോ പേപ്പർ കൊണ്ടോ തുടച്ച് മാറ്റണം. ഇനി കയ്യിലാവാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കണം. ഇനി ഇതിൻ്റെ മുകളിലുള്ള ഈ കൂനി ഭാഗവും ഇതിൻ്റെ പച്ച കളറിലുള്ള ഈ തൊലി ഭാഗവും കുറച്ച് അടി ചേർത്തിട്ട് തന്നെ മുറിച്ച് മാറ്റിയെടുക്കണം. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് 1/4 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി അരമുറി തേങ്ങയും 3 പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും 3 അല്ലി ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുക്കണം. തേങ്ങ പൂണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്നപ്പോൾ ചക്ക നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പൊട്ടറ്റോ മാഷ് വെച്ചിട്ടോ ഒരു ചട്ടകം വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് തരിപ്പാക്കി ഉടച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് ഈ ചക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ തേങ്ങ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.